അന്ന ഭാഗം 6. അന്നയുമായി വന്ന ഡയാനയുടെ കാറ് ഓർഫനേജിൻ്റെ മുറ്റത്തേക്ക് നിർത്തി. ഡയാനയോട് മൗനത്തിൽ യാത്ര പറഞ്ഞുകൊണ്ട് അന്ന മുന്നോട്ട് നടന്നു. പെട്ടെന്നെന്തോ ഓർത്തതുപോലെ അന്ന തിരികെ ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്ന ഡയാനയുടെ അടുത്തായി തിരികെ ചെന്നപ്പോൾ ഡയാന ആരുമായോ ഫോണിൽ സംസാരിക്കുകയായിരുന്നു. കുറച്ച് സമയത്തിന് ശേഷം ഫോൺ കട്ട് ചെയ്തു. ഡയാന എന്ത് എന്നർത്ഥത്തിൽ അന്നയെ നോക്കി. ഡയാന, വരൂ, കയറിയിട്ട് പോവാം. നീ അമലാമ്മയെ പരിചയപ്പെട്ടിട്ടില്ലല്ലോ. ഇല്ലടി, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ലോകേഷ് സാറാണ് വിളിച്ചത്. നിന്റെ കാര്യവും ചോദിച്ചു. പുള്ളിക്കാരന് നല്ല വിഷമമുണ്ട്. സംസാരത്തിൽ നിന്ന് എനിക്ക് തോന്നി. ഞാൻ വേഗം തിരികെ ചെല്ലാൻ പറഞ്ഞു. എന്തോ അത്യാവശ്യമുണ്ടെന്ന്. എങ്കിലും രാത്രി വിടയില്ല. ഞാൻ പിന്നീടൊരിക്കൽ വരാടി. ഡയാനയുടെ കാറ് പുറത്തേക്ക് പോകുന്നത് നോക്കി അന്ന അല്പനേരം നിന്നു. പിന്നിൽ നിന്ന് അന്നമോളേന്ന് വിളിച്ചുകൊണ്ട് അമലാമ്മ മിന്നുമോളുടെ കൈ പിടിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു വന്നു. അന്നയെ കണ്ട മിന്നുമോള് ഓടി വന്ന് അവളെ ഇറുകെ പുണർന്നു. തന്നെ ഒറ്റയ്ക്കിട്ട് പോയിട്ട് രാത്രി താമസിച്ച് വന്നതിൻ്റെ പരിഭവം ആ കുഞ്ഞു മുഖത്ത് പ്രതിഫലിച്ചിരുന്നു. മമ്മിയുടെ മോള് ആഹാരമൊക്കെ കഴിച്ചോ? ഉവ് എന്ന അർത്ഥത്തിൽ തലയാട്ടി അവൾ അമലാമ്മയെ നോക്കി. അവരാഹാരം തന്നു എന്ന അർത്ഥത്തിൽ. എന്താ മോളെ, പാർട്ടി ഇത്ര വേഗം കഴിഞ്ഞോ? നീ ലേറ്റാകുന്നല്ലേ പറഞ്ഞിരുന്നത്? അമലാമ്മയുടെ ചോദ്യത്തിന് മുന്നിൽ ഒരു നിമിഷം അവൾ പരിഭ്രമിച്ചു. ഇല്ല അമലാമ്മേ, മിന്നുമോൾ ഒറ്റക്കല്ലേ. ഞാനൊന്ന് തല കാണിച്ചിട്ട് തിരികെ പോന്നു. ഡയാനയാണ് എന്നെ ഇവിടെ തിരിച്ചെത്തിച്ചത്. നേരൊളിപ്പിച്ച വാക്കുകൾ ഇടറാതിരിക്കാൻ അന്ന നന്നേ പാടുപെട്ടു. എങ്കിൽ പിന്നെ നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിൽക്ക്. ഇനി ഈ രാത്രി വീട്ടിലേക്ക് ഒറ്റയ്ക്ക് പോകണ്ട. മറുപടി പറയാതെ സമ്മതഭാവേന അവൾ മിന്നുമോളുമായി അകത്തേക്ക് നടന്നു. രാത്രി ഏറെ വൈകിട്ടും നിദ്ര അവളെ പുൽകിയില്ല. കഴിഞ്ഞ കാലത്തിലെ ഇന്നും വേട്ടയാടുന്ന ചില ഓർമ്മകൾ അവളുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്നു. നിലാവിൻ്റെ വെളിച്ചത്തിൽ തന്നെ ഇറുകിപ്പുണർന്ന് കിടക്കുന്ന മിന്നുമോളുടെ നിഷ്കളങ്കമായ മുഖം അവളിൽ നല്ല നാളെയുടെ പ്രതീക്ഷ നൽകി. ഓ, ഇന്നും സമയം പോയി. ഈ ഒടുക്കത്തെ ട്രാഫിക് ജാം. ചിന്തയോടെ മാളിയേക്കൽ ഗ്രൂപ്പിൻ്റെ ഓഫീസ് കെട്ടിട സമുച്ചയത്തിലേക്ക് അന്ന ധൃതിയിൽ നടന്നെടുത്തു. ഒന്നാമത് ഇന്ന് ലേറ്റായിട്ടാണ് ഇറങ്ങിയത്. മിന്നുമോള് പതിവില്ലാതെ ഭയങ്കര നിർബന്ധത്തിലായിരുന്നു. ഓഫീസ് കവാടത്തിൻ്റെ മുന്നോട്ട് നീങ്ങവേ പാർക്കിംഗ് ലോട്ടിൽ നിർത്തിയിട്ടിരിക്കുന്ന ബെൻസ് കാറിലേക്ക് അന്നയുടെ ശ്രദ്ധ തിരിഞ്ഞു. ഫെലിക്സിൻ്റെ കാറാണല്ലോ ഈശോയെ. ഇനി അയാൾ ഇവിടെ എങ്ങാനും ഉണ്ടോ? മനസ്സിൽ നേരിയ ഭയം ഒതുക്കി അവൾ ലിഫ്റ്റിലേക്ക് കയറി 3-ാം നമ്പർ ബട്ടൺ അമർത്തി. ഹായ്, ഗുഡ് മോർണിംഗ് അന്ന. വെരി ഗുഡ് മോർണിംഗ്. അവൾ ഡയാനയെ തിരികെ വിഷ് ചെയ്തു. ഒടുക്കത്തെ ട്രാഫിക്ക്. ലേറ്റായി പോയടി. ലോകേഷ് സാറ് വന്നോ? ആ, ആള് വന്നിട്ടുണ്ട്. വന്നപ്പോൾ തന്നെ നിന്നെ തിരക്കിയേ. ഞാൻ നീ എത്തിയില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. വന്നാൽ സാറിൻ്റെ അടുത്തേക്ക് ചെല്ലാൻ പറഞ്ഞു. ശരി, ഞാൻ HR ഡിപ്പാർട്ട്മെൻറ്റ് വരെ ഒന്ന് പോയിട്ട് വരാം. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ വിളിക്ക്. അത്രയും പറഞ്ഞ് ഡയാന പുറത്തേക്ക് പോയി. അവൾ ചുറ്റിനുമൊന്ന് വീക്ഷിച്ചു. എല്ലാവരും അവരവരുടെ ജോലികളിൽ മുഴുകിയിരിക്കുന്നു. അവൾ പതിയെ ലോകേഷ് സാറിൻ്റെ ക്യാബിൻ ലക്ഷ്യമാക്കി നടന്നു. ഈ കാലയളവിൽ തന്നെ ലോകേഷിന് അന്നയോടൊരു ചെറിയ അടുപ്പം വന്നിട്ടുണ്ട്. ഒരു സബോർഡിനേറ്റ് എന്നതിലുപരി അതവൾക്ക് പലതവണയായി മനസ്സിലായിട്ടുമുണ്ട്. എങ്കിലും അവളത് കാര്യമാക്കിയില്ല. ഹായ് സാർ. അന്ന അകത്തേക്ക് കയറി. അന്ന, വരൂ, ഇരിക്കി. ലോകേഷ് ചെറു പുഞ്ചിരിയോടെ പറഞ്ഞു. പാർട്ടിക്കിടയിൽ നടന്ന കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീടാണ് അറിഞ്ഞത്. MDയുമായിട്ടുള്ള ആ ഇൻസിഡൻറ്റ്. മൗനമായിരുന്ന അന്നയുടെ മുഖം വിവർണമായി. ലോകേഷ് തുടർന്നു. ഫെലിക്സ്, അവൻ അങ്ങനെയാണ്. നല്ല ദേഷ്യക്കാരനാണ്. ഞങ്ങൾ ചെറുപ്പം മുതലേ സുഹൃത്തുക്കളാണ്. കൂടാതെ ഞങ്ങളുടെ കുടുംബങ്ങൾ തമ്മിലും ഉറച്ച ബന്ധമാണ്. ഞാൻ ഗ്രാജുവേഷൻ ചെയ്യാൻ UK പോയി. അവനിവിടെ നാട്ടിൽ തന്നെയായിരുന്നു ആദ്യം പഠിച്ചിരുന്നതൊക്കെ. ആ സമയത്ത് കുറച്ച് പ്രശ്നങ്ങളുണ്ടായി. അതാണ് അവനെ ഇങ്ങനെയൊക്കെ ആക്കി തീർത്തത്. എനിവേ, അന്ന അത് മനസ്സിലൊന്നും വെക്കണ്ട കേട്ടോ. ഏയ് ഇല്ല സാർ, ഞാനതപ്പം തന്നെ വിട്ടു. ഫെലിക്സിൻ്റെ ആ കഥയിലെ നായകവേഷമാടിയ ആളാണ് തൊട്ടു മുന്നിലിരിക്കുന്നതെന്ന സത്യം ലോകേഷിന് അറിയില്ലെന്ന് അവൾ തിരിച്ചറിഞ്ഞു. അന്ന, പിന്നെ മറ്റൊരു പ്രധാന കാര്യം. ഫ്ലോറിസൺ ഗ്രൂപ്പിൻ്റെ ആ പ്രൊജക്റ്റ് നമ്മുടെ MD ആയിരിക്കും ലീഡ് ചെയ്യുന്നത്. കാരണം ഇത്രയും വലിയൊരു പ്രൊജക്റ്റല്ലേ. അതിൽ
നമ്മുടെ ഭാഗത്തു നിന്നും യാതൊരു വിധത്തിലുള്ള പാളിച്ചകളും സംഭവിക്കാൻ പാടില്ല. മറിച്ച് അങ്ങനെ ഉണ്ടായാൽ അത് നമ്മുടെ കമ്പനിയോടുള്ള അവരുടെ വിശ്വാസം നഷ്ടമാക്കും. ഫെലിക്സിനെ പോലെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരാൾ തന്നെ ആയിരിക്കണം അത് ലീഡ് ചെയ്യേണ്ടത്. പോരാത്തതിന് MD ഇങ്ങോട്ട് ഈ കാര്യത്തിൽ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ലോകേഷിൽ നിന്നറിഞ്ഞ കാര്യങ്ങൾ അവളിൽ പരിഭ്രമമുണ്ടാക്കി. വീണ്ടും പരീക്ഷണങ്ങളാണല്ലോ ദൈവമേ. എന്നെ കുത്തിനോവിക്കാൻ വേണ്ടി അയാൾ മനഃപൂർവ്വം ഇതിലേക്ക് ഇറങ്ങിപ്പുറപ്പെട്ടതായിരിക്കും. ഒരു കാലത്ത് ചങ്ക് പറിച്ചു തന്നവനെ അറിഞ്ഞുകൊണ്ട് നഷ്ടപ്പെടുത്തിയ പാപി അതല്ലേ ഞാൻ. ശിക്ഷിക്കപ്പെടാൻ അർഹയാണ്. പക്ഷേ എല്ലാ തെറ്റിനുമുള്ള ശിക്ഷ എന്നെ ഇരട്ടിയായി സ്വീകരിച്ചു കഴിഞ്ഞു. ഇനിയൊന്നും താങ്ങാനുള്ള കരുത്തില്ല. ഒരു നിമിഷം അന്ന ഭൂതകാലത്തിൻ്റെ നോവുണർത്തുന്ന ആ ഓർമ്മകളിലേക്ക് യാത്രയായി. ഹലോ അന്ന. അവളുടെ മുഖത്തേക്ക് വിരൽ ഞൊടിച്ചുകൊണ്ട് ലോകേഷ് വിളിച്ചു. താനിത് ഏത് ലോകത്താടോ? പെട്ടെന്ന് സ്വബോധം വീണ്ടെടുത്തുകൊണ്ട് അവൾ മെല്ലെ മുഖത്ത് പുഞ്ചിരി വരുത്തി. ഇല്ല സർ, ഞാൻ പ്രൊജക്റ്റിൻ്റെ കാര്യങ്ങൾ. അവൾ പറഞ്ഞു നിർത്തും മുൻപ് ലോകേഷ് തുടർന്നു. ഞാൻ ആദ്യം മുതലേ തന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. തനിക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഐ മീൻ ഫാമിലി ഇഷ്യൂസ്? ഇല്ല, സാറിന് ചിലപ്പോൾ തോന്നിയതാകും. അവൾ മനസ്സിലെ ആശങ്കകൾ മറച്ചുകൊണ്ട് മറുപടി നൽകി. ഓക്കെ, ഞാനെന്തായാലും തൻ്റെ വാക്കുകൾ വിശ്വസിച്ചിട്ടില്ല. എങ്കിലും ഇപ്പം തനിക്ക് പോകാം. ലോകേഷ് അവൻ്റെ ചുണ്ടിലൊരു ചിരി പടർത്തി അവളുടെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു. ഒരു നിമിഷം അവൾ പകച്ചു നിന്നു. സർ, എങ്കിൽ ഞാൻ അങ്ങോട്ട്. അവൾ ക്യാബിൻ തുറന്ന് വെളിയിലേക്ക് ഇറങ്ങി. അവൾ മുന്നോട്ട് നടന്നു. എതിർവശത്തു നിന്നും ലോകേഷിൻ്റെ ക്യാബിൻ ലക്ഷ്യമാക്കി നടന്നു വരുന്ന ഫെലിക്സിലേക്ക് അവളുടെ ദൃഷ്ടി പതിഞ്ഞു. പെട്ടെന്ന് അവൻ അവളെ കണ്ടുകൊണ്ട് ചുണ്ടിലൊരു ഗൂഢമായ പുഞ്ചിരി നിറച്ചുകൊണ്ട് അവൻ അവൾക്കരികിലേക്ക് നടന്നെടുത്തു. അവൻ്റെ സാമീപ്യം അവളിൽ എന്തെന്നില്ലാത്തൊരു ഭീതി ഉളവാക്കി. അന്നയ്ക്കരികിലേക്ക് നടന്നെടുത്ത ഫെലിക്സിന് മുന്നോട്ട് പോകാനായി ഇടം കൊടുത്തുകൊണ്ട് അവളൊരു സൈഡിലേക്ക് മാറി നിന്നു. അവൻ മുന്നോട്ട് പോകാതെ അവളുടെ മുന്നിൽ വന്ന് നിന്നു. അവൻ്റെ 2 കൈകളും അവൾക്ക് ഇരുവശത്തേക്കാക്കി. എന്നിട്ട് ഭിത്തിയിലേക്ക് ചേർത്ത് നിർത്തി. സിംഹത്തിൻ്റെ മടയിലകപ്പെട്ട ഒരു പേടമാനെ പോലെ അവൾ ഭയത്താൽ വിറക്കുകയായിരുന്നു. ഫെലിക്സെ, കൈയെടുക്ക്, ഇത് ഓഫീസാണ്, എനിക്ക് പോകണം. പെട്ടെന്ന് വന്ന ധൈര്യത്തിൽ വിറയ്ക്കുന്ന ശബ്ദത്തോടെ അവൾ പറഞ്ഞു. അവൾക്ക് ഇരുവശത്ത് നിലകൊണ്ട അവൻ്റെ ബലിഷ്ഠമായ കൈകൾ അവൾ തട്ടിമാറ്റാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നു. ആ വീർപ്പുമുട്ടലുകൾ അവൾക്ക് അസഹനീയമായി തോന്നി. കിടന്ന് പിടയ്ക്കാതെ നിൽക്കടി അവിടെ. ഞാനെന്തായാലും നിന്നെ കയറി പിടിക്കാനൊന്നും പോകുന്നില്ല. കാരണം നിന്നെ തൊടാൻ എനിക്ക് അറപ്പും വെറുപ്പുമാണ്. പിന്നെ ഞാൻ എന്താണെന്നും എങ്ങനെയാണെന്നും നിനക്ക് ഞാൻ പഠിപ്പിച്ചു തന്നിട്ടില്ലേ? ആ രാത്രി എൻ്റെ മോള് മറന്നിട്ടുണ്ടാവില്ലല്ലോ. എൻ്റെ കൈകളിൽ കിടന്ന് അന്ന് നീ കുറേ പിടിച്ചതല്ലേ? ഫെലിക്സ് അവളിലേക്ക് കൂടുതൽ ചേർന്ന് നിന്നു. ഫെലിക്സെ, ഇനിയെങ്കിലും എന്നെ ഒന്ന് വെറുതെ വിട്ടൂടെ? ഒരു ജന്മം മുഴുവൻ അനുഭവിക്കാനുള്ളതൊക്കെ ഞാൻ അനുഭവിച്ചില്ലേ? അവളുടെ വാക്കുകളിൽ ദയനീയത നിറഞ്ഞു നിന്നു. ഇല്ലടി, നിന്നോടുള്ള പകയില്ലേ, അതെന്നോടൊപ്പം മണ്ണിൽ അലിഞ്ഞു ചേരത്തേ ഉള്ളൂ. ഹൃദയം കൊടുത്ത് നിന്നെ ഭ്രാന്തമായി സ്നേഹിച്ചതിന് നീ എനിക്ക് തന്ന ശിക്ഷ അതെൻ്റെ ജീവിതമായിരുന്നു. നീ അടങ്ങുന്ന പെൺവർഗത്തോട് എനിക്ക് അറപ്പാണ്. കിടപ്പറയിലെ ചൂടകറ്റാനുള്ള ഉപകരണങ്ങൾ മാത്രമാണിപ്പോൾ നിങ്ങളെനിക്ക്. ഫെലിക്സിൻ്റെ ക്രൂരമായ വാക്കുകളിൽ അവൻ്റെ കഴിഞ്ഞ കാലത്തിലെ വേദനകൾ നിറഞ്ഞിരുന്നു. പകയെരിയുന്ന ആ വാക്കുകൾ അവളെ ചുട്ടുപൊള്ളിക്കും പോലെ തോന്നി. ഫെലിക്സെ, പ്ലീസ് കൈയെടുക്ക്, എനിക്ക് പോകണം. അവൾ യാചനഭാവത്തിൽ ഒരിക്കൽ കൂടി അവനെ നോക്കി. ആ നീലക്കണ്ണുകളിൽ അഗ്നി എരിയുകയായിരുന്നു. എന്താടി, ലോകേഷാണോ നിൻ്റെ പുതിയ ഇര? പണ്ടും പുളിങ്കൊമ്പിലല്ലേ നിൻ്റെ പിടി? മാനേജരെ വശീകരിക്കാൻ ഇറങ്ങിയതാവും. നിൻ്റെ തൊലി വെളുപ്പ് കണ്ട് പുറകെ കൂടുന്നവർക്കറിയില്ലല്ലോ നിൻ്റെ യഥാർത്ഥ സ്വഭാവം. പണത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന നിന്നെപ്പോലുള്ള മൂന്നാംകിട പെണ്ണുങ്ങൾക്ക് നിരങ്ങാനുള്ളതല്ല എൻ്റെ അപ്പനുണ്ടാക്കിയിട്ടിരിക്കുന്ന ഈ കമ്പനി. ഫെലിക്സിൻ്റെ ഓരോ വാക്കുകളും അന്നയെ ക്രൂരമായി മുറിവേൽപ്പിച്ചുകൊണ്ടിരുന്നു. പക്ഷെ നിന്നെ ഞാൻ പറഞ്ഞു വിടില്ല. വേട്ടയാടാതെ എനിക്ക് മുന്നിൽ വന്ന് വീണവളാണ് നീ. അന്ന് ഓർക്കുന്നില്ലേ, പാർട്ടിയിൽ വെച്ച് കരണം പൊട്ടിച്ചൊരെണ്ണം തന്നത്? ഞാൻ നിന്നെ എവിടെ വെച്ചാണോ കാണുന്നത് അവിടെ വെച്ച് തരാൻ വേണ്ടി വെച്ചിരുന്നതാ. എന്തായാലും നീയായിട്ട് തന്നെ ഒരു കാരണം ഉണ്ടാക്കി തന്നു. അവൻ്റെ വാക്കുകൾക്ക് മുൻപിൽ അവൾ നിശബ്ദയായി നിന്നു. വർഷങ്ങളായി അവൻ്റെ നെഞ്ചിൽ പേറിയ വിഷമങ്ങൾ, അതായിരുന്നു പകയുടെ രൂപത്തിൽ അവൾക്ക് മുന്നിലേക്ക് അവൻ പുറത്തുവിട്ടത്. അതവൾക്കറിയാമായിരുന്നു. എന്താടി,
നിന്റെ നാവിറങ്ങിപ്പോയോ? അവൾക്ക് ഇരുവശത്തായി വെച്ചിരുന്ന കൈകൾ പിൻവലിച്ചുകൊണ്ട് അവൻ ചോദിച്ചു. മറുപടി നൽകാനാകാതെ അവൾ അവൻ്റെ കണ്ണിലേക്ക് നോക്കി. ശേഷം അവൾ നടന്നകന്നു. ഇതെല്ലാം കണ്ടുകൊണ്ട് 2 കണ്ണുകൾ അവരെ പിന്തുടരുന്നുണ്ടായിരുന്നു, അവരുപോലും അറിയാതെ. തുടരും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.